ചിക്കൻ കറി മേക്കിംഗ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു ഹോം ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കൻ കറി മേക്കിംഗ്. അത് സ്വന്തമായിട്ട് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യുന്നൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം ചിക്കൻ കറി വയ്ക്കാം, പക്ഷെ ഞാൻ എൻ്റെ രീതിയിൽ വയ്ക്കുന്നു എന്ന് മാത്രം. വരും, നമുക്ക് ചിക്കൻ കറി വയ്ക്കാൻ പോകാം. ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. അത്ര വലിയ പഴയ ഒരു കിച്ചണാണ്, തറവാടാണ് ഞങ്ങളുടേത്. അപ്പൊ പഴയൊരു കിച്ചണാണത്. ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാവട്ടെ. ഇത് നമ്മൾ സാധാ മല്ലിയല്ല യൂസ് ചെയ്യുന്നത്, മീൻസ് ആഫ്രിക്കൻ മല്ലിയല്ല എന്നാണ് ഇതിന് പറയുക. ചട്ടി ചൂടായി. ചട്ടി ചൂടായ നമുക്ക് ഇതെത്ര ഉള്ളി, ഈ ചെറിയുള്ളിയാണ്, ചെറിയുള്ളി ചതച്ച് വെച്ചതാണ്. അത് നമുക്ക് പച്ചമണം മാറുന്ന വരെ നമുക്ക് ഇളക്കിക്കൊണ്ട് വയ്ക്കാം. ഉള്ളി നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അടുത്തത് വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ച് വെച്ചതാണ് ഇടുന്നത്. അത് നമുക്കിടാം. ഇങ്ങനെ വഴറ്റി അതിൻ്റെ പച്ചമണം പോകുന്ന വരെ നമുക്ക് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം. ഇനി ചിക്കന് ചേച്ചിയാണ് കഴുകി തന്നത്. അവള് തന്നെയാണ് മുളക് പൊടി, അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല ഇതൊക്കെ ഇട്ടിട്ട് നന്നായി മാഗ്നേറ്റ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി അടുത്തത് ടൊമാറ്റോ, തക്കാളി ഇടാം നമുക്ക്. നമുക്കിനി ആഫ്രിക്കൻ മല്ലിത്തല ഇടാം. ഇനി ഒരു 2 കറിവേപ്പില ഇടാം. നമ്മൾ ഇതിലേക്ക് തൈര് ഇട്ടിട്ടുണ്ട്, കുറച്ച് തൈര്. നമുക്ക് ചിക്കൻ ഇടാം. നമുക്ക് ഇതിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ചൂടാക്കി വെക്കാം. ആ ചിക്കൻ വെച്ച ആ പാത്രത്തിന് നമ്മൾ ചൂടാക്കുന്നത്. എനിക്കിഷ്ടമേ ഇല്ല. ചൂടുവെള്ളം ഒഴിക്കാം. ഇതിക്ക് വെള്ളമൊക്കെ അങ്ങനെ വറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ഒഴിക്കാം. ഇനിയിപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായി തിളച്ച് ഗ്രേവി പോലെ ആയിട്ട് നമുക്ക് കാണാം. ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ നന്നായിട്ട് വറ്റി വെച്ചിട്ട് നമുക്ക് ഗ്രേവി വേണമെങ്കിൽ ഇപ്പോൾ എടുത്ത് വെക്കണം. കുറച്ചും കൂടി ആയിട്ട് നമുക്ക് ഗ്രേവി എടുത്ത് വെക്കാം, എന്നിട്ട് വറ്റിച്ചെടുക്കാം. നമ്മൾ ഗ്രേവി മാറ്റി വെച്ചു. ഇനി നമ്മുടെ ഒരു സ്പെഷ്യൽ കൂട്ടുണ്ട്. മറ്റേ ഇതെന്ത് കൂട്ടാണെന്ന് എനിക്കറിയില്ല, പൊടിച്ച് വെച്ചതാണ്. ഇതാണ് ആ കൂട്ട്. ഓക്കെ, ഇത് നമുക്ക് കുറച്ച് കിട്ടും. നല്ല മണം,
ആവാറായിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് കറിവേപ്പില ഇട്ടു. ആഫ്രിക്കൻ മല്ലിയില. ഇനി അവസാനമായിട്ട് നമുക്ക് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി ഇവിടെ റെഡി. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി ഇവിടെ റെഡി. നല്ല ടേസ്റ്റ് ഉണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.